ഹലോ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണിത്. ഞാൻ മല ഇറങ്ങാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് നടപ്പന്തലിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇത്തവണ പോയി ഭയങ്കര ഭാഗ്യമായിരുന്നു. ഒരു വിഷമമില്ലാണ്ട് തൊഴാൻ പറ്റി. കാലിനും ഒന്നും വേദന ഇല്ലാണ്ട് തിരിച്ച് വീട്ടിലെത്താൻ പറ്റി. നല്ല സുഖമായിട്ട് ദർശനം കിട്ടി. എല്ലാം കൊണ്ടും ഭാഗ്യമായി. പിന്നെ ഞാൻ കുറേ നാൾ കൊണ്ട് ആഗ്രഹിച്ച ഒരു പുസ്തകമുണ്ട്, വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച്. അത് വളരെ വിലക്കുറച്ചും കിട്ടി, ഒരു ബുക്ക് ഫ്രീ ആയിട്ടും കിട്ടി. അത് ഭയങ്കര ഭാഗ്യം. അത് ഭഗവാനായിട്ട് അനുഗ്രഹിച്ച് തന്ന. ആ ബുക്കിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, കുറച്ച് കീറിയിട്ടൊക്കെ ഉണ്ട്, എങ്കിലും അത് ഫ്രീ ആയിട്ട് കിട്ടി എനിക്ക്. അത് വലിയൊരു ഭാഗ്യം ഇത്തവണ പോയതിൽ. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആളില്ല കയറാൻ ഇനിയിപ്പോൾ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ കയറുന്നുള്ളൂ. അതുകൊണ്ട് വൈകുന്നേരം വലിയ തിരക്കുണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തവണ ഒരുപാട് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ സാവധാനമാണ് ഞാൻ മല ഇറങ്ങിയത്. കയറിയതും സാവധാനമാണ്. അങ്ങോട്ട് പോയപ്പോൾ മേടിച്ചുകൊണ്ട് പോയതാണ് ഈ ബിസ്ക്കറ്റ്. അന്നേരം കഴിച്ചില്ല. തിരിച്ചിറങ്ങിയപ്പോൾ അതിൽ രണ്ടെണ്ണം കഴിച്ചിട്ട് ഇരിക്കുക അവിടെ. പിന്നെ ഇറങ്ങുന്ന സമയത്ത് തീരെ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അനിയൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുമ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്തവണ ശബരിമല വന്നിട്ടെന്നല്ല, ശബരിമല വരുമ്പോൾ ഒക്കെ വിഷമം തോന്നുന്നൊരു കാര്യം ഇവിടെ ധാരാളമായിട്ട് ലഹരി വസ്തുക്കൾ കിട്ടുമെന്നുള്ളതാണ്. വേണ്ടവർക്ക്, അത്യാവശ്യക്കാർക്ക് കേട്ടോ. ഈ ഹാൻസ് പോലുള്ള സാധനങ്ങൾ, ഈ ചുണ്ടിൻ്റെ അടി വെക്കുന്നത് ഹാൻസ് തന്നെയാണോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുമോ എനിക്കറിയില്ല, അതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ അതുപോലുള്ള സാധനങ്ങൾ, സിഗരറ്റ് ആയാലും ബീഡി ചെറിയ ബീഡിയില്ലേ, അതൊക്കെ കിട്ടും, ധാരാളമായിട്ട് കിട്ടും. ഇന്നും കണ്ടു കുറേ പേര് തിരികെ വെക്കുന്നത്. ഇവിടെ ഡ്യൂട്ടിയിലുള്ള ആളുകൾക്കൊക്കെ ഒന്നും ഇതുമായിട്ട് ശ്രദ്ധിക്കുന്നില്ലെന്നറിയില്ല. ബട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. പവിത്രം ശബരിമല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി ഇവിടെ പോസിബിൾ അല്ല എന്ന് തോന്നുന്നു. ഈ ഗവൺമെൻറ്റും നമ്മുടെ ദേവസ്വം ബോർഡും ഒന്നും ഒത്തിരി ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർക്കൊരു റൊട്ടീനായിട്ടുള്ള ചെക്കിങ് എപ്പോഴെങ്കിലുമൊക്കെ നടത്തുകയാണെങ്കിൽ, അപ്രതീക്ഷിതമായിട്ടൊരു ചെക്കിംഗ് ഒക്കെ വല്ലപ്പോഴൊക്കെ എങ്കിലും വെച്ച് നടത്തുകയാണെങ്കിൽ ഇവരൊന്നും ഇത് ഉപയോഗിക്കില്ല. അവിടെ ഇതിൻ്റെ ഉപയോഗം കുറയുകയും ചെയ്യും. പക്ഷേ ഇത് ഞാൻ എത്രയോ വർഷം, 3 വർഷത്തോളമായിട്ട് ഞാൻ ഇത് കാണുന്നു. ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാഫ് അടക്കം ഉപയോഗിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ചുണ്ടിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സിഗരറ്റൊക്കെ വലിച്ചിട്ട് നേരെ അയ്യപ്പൻ്റെ അടുത്ത് തന്നെയാണ് യാതൊരു ഉളുപ്പില്ലാണ്ട് തൊഴുന്ന ആളുകളെയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇന്നും കണ്ടു കുറേ പേരെ. അതൊക്കെ വേറെ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ഇന്ന് ഞാൻ കണ്ടതൊക്കെ, ഈ സാധനമൊക്കെ വെക്കുന്ന ആൾക്കാർ. അതല്ലാണ്ട് മലയാളികൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ. അവർക്കതിൽ യാതൊരു സങ്കോചവും ഇല്ല, നാണക്കേടും ഇല്ല. പിന്നെ അതായത് ദേവസ്വം ബോർഡിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവരിത് ഉപയോഗിക്കുന്നതും ഇവരതിനെ തടയാൻ ശ്രമിക്കാത്തതും ഒക്കെ അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അറിയില്ല എന്താ കാരണമെന്നുള്ളത്. ഇന്ന് ഡോളി ട്രാഫിക് വളരെ കൂടുതലാണ്. ഒരുപാട് ഡോളി ഇന്ന് പോകുന്നുണ്ട്. കുറേ കണ്ടിരുന്ന കുറേ ഇങ്ങനെ ലൈനായിട്ട് അടുപ്പിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹിറ്റാച്ചി തുരുമ്പെടുത്ത് കിടക്കുന്ന കണ്ടില്ലേ, അതുപോലെ നമ്മുടെ മനസ്സൊക്കെ തുരുമ്പെടുത്ത് പോയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. കുറച്ച് തുരുമ്പ് പോയി കിട്ടും. కరెక్టే മലയണ്ണനെ കണ്ടു. മലയണ്ണൻ സാധാരണ വരുമ്പോൾ എല്ലാ തവണ വരുമ്പോഴും മലയണ്ണനെ കാണും. പക്ഷേ മലയണ്ണനെ ഇത്രയധികം അടുത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. അടുത്ത് പെട്ടെന്ന് ഓടിപ്പോകും ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് അടുത്ത് വരുമ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാൻ കിട്ടാറില്ല. ഇത്തവണ കിട്ടി, കറക്റ്റ് എങ്ങനെയോ കിട്ടി ഇത്തവണ. ഏകദേശം 4:30 ആയിട്ടുണ്ട്. 4:30, 5:30 ആകുമ്പോഴാണ് ബസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒരുപാട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം കുറച്ചുകൂടെ ഉള്ളൂ. ഇനിയും കുറച്ച് ദൂരം കൂടി ഉള്ളൂ പമ്പ എത്താൻ.
പമ്പയുടെ ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, ഓരോ തുള്ളി തുള്ളിയൊക്കെ ആയിട്ട് വീഴുന്നുണ്ട്. പെയ്യാൻ സാധ്യതയുണ്ട്. പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്ന ബുക്കും ഒക്കെ നനയും. അതുകൊണ്ട് ഇനിയിപ്പോൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് നടക്കാം. കുറച്ചുകൂടെ ഉള്ളൂ, പെട്ടെന്ന് നടന്ന്. അപ്പോൾ ഇതുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ, അതും ഇതുപോലെ പബ്ലിക്കിൽ ആളുകൾ പോകുന്ന സമയത്തൊക്കെ, എന്നാലും മാക്സിമം ആളുകൾ ഇല്ല എന്നുള്ള സമയത്താണ് ഞാൻ എടുക്കുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ശരി, സ്വാമി ശരണം.